തിളച്ച് വരുന്ന നല്ല ഏട്ടക്കറിയാണ്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്, ഇന്നലെ കിട്ടിയ മീനാണ്. ഇവിടുത്തെ ഏട്ടന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ചെറിയ ഏട്ടേനു. പിന്നെ എന്താ വെച്ചാൽ അപ്പോൾ ഒന്ന് അത് കറി വെക്കാൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി, വലിയ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ പടന്ന് ചതച്ചിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഏട്ടേനെ കൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല കൂട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഏട്ട കൂട്ടണമെങ്കിൽ ഇത്തിരി എരിവിൻ്റെ കുത്തൽ വേണം. അപ്പോൾ നമ്മൾ കുരുമുളക് ഒക്കെ പൊടിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുമോൾക്ക് അല്ലെങ്കിൽ നമ്മൾ മീനൊക്കെ കഴുകിയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ മീൻ കഴുകി കൊടുക്കാറാണെങ്കിലും ഈ കുരുമുളകിൻ്റെ എരിവൊന്നും അങ്ങനെ പോയി കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ പൊടിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കറിക്കൊക്കെ. അപ്പോൾ നമ്മളതങ്ങോട്ട് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഏട്ടമീൻ എനിക്ക് വലിയ ഇഷ്ടമല്ല, ഏട്ടന് വലിയ ഇഷ്ടമാണ് കേട്ടോ മീൻ. അത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇവിടെ മുറിക്കേണ്ട ഒന്നും ആവശ്യം വന്നില്ല, ഇവിടെ മുറിച്ചിട്ടാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ ചിറകുകളും വാലുകളും ഒക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലാണ് കറി വെക്കുന്നത്. പക്ഷേ ചട്ടി ഇങ്ങനെ ചൂടാക്കിയിട്ട് ഒരു പ്രാവശ്യം പൊട്ടി തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിതൊക്കെ വാട്ടിയതിന് ശേഷം ചട്ടിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഉലുവയൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കൊച്ചുള്ളി എല്ലാം കൂടെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ മുളക് പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയും മല്ലിപ്പൊടിയുടെയൊക്കെ ടിന്ന് തുറന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഫ്ലെയിമിൽ ഇതെന്താ അറിയില്ല, ഗ്യാസ് തീരാനായത് കൊണ്ടാണോ എന്നറിയില്ല, വേഗം ഒന്നും ചൂട് പിടിക്കുന്നില്ല അടുപ്പ്. അപ്പോൾ കുറച്ച് താമസിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മോള് വാശി പിടിക്കുന്നുണ്ട്. കറി എന്തോ ഒരു മനസ്സിലെന്തോ ഒരു ദുഃഖം പോലെ, എന്തോ ഒരു കനൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നുള്ള മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് പാകത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വാട്ടി കൊടുത്തിട്ട് നമുക്കത് ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. മൂക്കുന്ന തോനെ വാശി ചെയ്യുന്നു. കുറച്ച് അവളെ ചീത്തയൊക്കെ പറഞ്ഞ്, ചെറിയ മോളാണ്, അവളെ ചീത്തയൊക്കെ പറഞ്ഞൊരു ദിവസം ആകെ ഒരു പോക്കായിരുന്നു. നമുക്കൊന്നും ഇപ്പം ദുഃഖങ്ങളും കാര്യങ്ങളൊന്നും പറയാനൊന്നും ആരും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെ എന്താണെന്ന് തന്നെ അറിയുന്നില്ല, മനസ്സിനും വല്ലാത്തൊരു വിങ്ങലേനു. കുഴപ്പമില്ല, അങ്ങനെ പോണ്. പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ മക്കളധികം വാശി കാണിക്കുമ്പോൾ നമുക്കധികം ഒരു സങ്കടമോ ദേഷ്യം എന്താണെന്ന് വരിക തന്നെ അറിയത്തില്ല. എന്തോ ഒന്ന് വല്ലാത്ത മോളും കുറേ കരഞ്ഞ്, ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല, കരഞ്ഞോട്ടെന്ന് വിചാരിച്ചു. എനിക്ക് എന്തോ ഒന്ന് പറയാൻ പറ്റുന്നില്ല, എന്തോ ഒരു മനസ്സിനൊരു ഒരു ഇതുപോലെ. പിന്നെ അങ്ങനെ പോയി. പിന്നെ ടൗണിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് ഒന്ന് പോയി. തീ തീരെ ചൂട് പിടിക്കുന്നില്ല, എന്താണെന്ന് അറിയുന്നില്ല കേട്ടോ. കുറേ നേരത്തെ ഇളക്കിയിട്ടാണ് അതൊക്കെ ഒന്ന് ചൂടായി വന്നത്. പിന്നെ നമ്മൾ അത് ചട്ടിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ മാതിരി ചട്ടി അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു കേട്ടോ. ഒരു ചട്ടീൻ്റെ അങ്ങനെ പൊട്ടിത്തെറിച്ചതാണ് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്കും. പക്ഷേ അത് നല്ല മയക്കമൊക്കെ ചെയ്തതാണ്. അപ്പോൾ നമ്മളത് തല വേറെ ആയിട്ടും ഉടൽ വേറെ ആയിട്ടും കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പറഞ്ഞ മാതിരി ചട്ടിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളിയാണ് മുറിച്ചിടുന്നത്. തക്കാളി എപ്പോഴും പോലെ തന്നെ ഞാൻ മുറിച്ചിടുമ്പോൾ അതിൻ്റെ തൊലി അങ്ങ് കളയും കേട്ടോ. എന്നാൽ തൊലി കളഞ്ഞിട്ടാണ് മുറിച്ചിടാറുള്ളത്. നമ്മളൊരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തലയൊക്കെ ഇട്ട് കൊടുത്തിട്ട്, തലയൊന്ന് നല്ലോണം വെന്തപ്പോൾ തന്നെ ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ തല. നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ ശ്രദ്ധ വേറെ എവിടേക്കോ ആണ് ഇന്നത്തെ, അതിനെക്കൊണ്ടാണ് നിൽക്കുന്നത് ശരിയാവാഞ്ഞ്. പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കറിക്ക്. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളകുന്നുണ്ട്. ഉപ്പൊക്കെ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. പിന്നെയാണ് ഒന്ന് തിളച്ച് അതിൻ്റെ എരിവ് നോക്കുമ്പോഴാണ് ഉപ്പ് ഇട്ടിട്ടില്ല എന്ന് മനസ്സിലായത്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഉപ്പിട്ട് വേവിക്കണം, അല്ലെങ്കിൽ മീനൊന്നും ഉപ്പ് പിടിക്കാത്ത പോലെ ഉണ്ടാവും കേട്ടോ. പക്ഷേ പിന്നെ ഞാൻ തിളച്ച് വന്നപ്പോൾ തലയൊക്കെ ഉടഞ്ഞു പോയിക്കുന്നു, കുറച്ച് ഓവർ വെന്തുപോയി. നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കഷ്ണങ്ങൾ തലയൊക്കെ നന്നായിട്ട് വെന്ത്
വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തിളച്ചാൽ നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചാറിന്. പിന്നെ ഇവിടെ ഏട്ടമീൻ അതിനെക്കൊണ്ട് തികയത്തില്ല, വാങ്ങി വെച്ചാൽ ഏട്ടന് വലിയ ഇഷ്ടമാണ്. പിന്നെ രാത്രിത്തേക്ക് ഇനി വേറെ എന്തെങ്കിലും കറി വെക്കണം നമുക്ക്. അപ്പോൾ അത് അത്രയൊക്കെയുള്ള വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനും മറക്കരുത്.